നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങൾ, അതായത് ഇന്ത്യയിലാണെങ്കിലും ടിബറ്റിലാണെങ്കിലും ചൈനയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ഹിമാലയൻ പ്രദേശങ്ങൾ ഒരു വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തുടരെ ഉണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങൾ, ഹിമപാതങ്ങൾ, മണ്ണിടിച്ചിൽ, ഇങ്ങനെ കാലാവസ്ഥ മൊത്തം നമ്മുടെ ആ ഒരു മേഖലയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ലോകം നടുങ്ങിപ്പോയ ഒരു വലിയ പ്രളയമാണ് നേപ്പാളിലുണ്ടായത്. ഈ നേപ്പാളിൽ ആദ്യം മിന്നൽ പ്രളയം എന്നൊക്കെ ആയിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. പക്ഷേ അവിടെ ഒരു മഴ പോലും ഇന്നലെ പെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നിപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ പ്രളയ സമയത്ത് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ നിഗമന പ്രകാരം മഞ്ഞുപാളി, ഹിമാലയത്തിലൊരു മഞ്ഞുപാളി അപ്പാടെ അടർന്നു വീണ് നദിയിലേക്ക് വീഴുകയും അത് വെള്ളമായി രൂപാന്തരപ്പെടുകയും അത് അടിച്ച് വരികയാണ് ഉണ്ടായത്. അപ്പം ഇതിന് ആഗോളതാപനം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. മേഖലയിലുണ്ടാകുന്ന ചൂട് കൂടുന്നു, അത് ഹിമാലയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഹിമാലയത്തിലുണ്ടാകുന്ന ഈ നദി തന്നെ ഇപ്പം ഒഴുകി വരുന്നത് ബീഹാറിലാണ്, കോസി ബീഹാറിൽ വന്നിട്ട് പിന്നെ ഗംഗയിലും വരുന്നുണ്ട്. അപ്പം ഇത് ഈ പ്രളയം ഇങ്ങോട്ടും വരുന്ന തരത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇന്ത്യയെ ബാധിക്കും. അപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ദുരന്ത മുഖം കൂടെയാണ് നേപ്പാൾ. പിന്നെ ഇന്ത്യയുടെ ഒരുപാട് സഹായങ്ങളൊക്കെ നേപ്പാൾ എന്നും കാലാകാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് ചില നയതന്ത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യ സഹായിക്കേണ്ട ഒരു രാജ്യമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ നേപ്പാളിലുണ്ടാകുന്ന ഓരോ വിഷയവും ഇന്ത്യയെ നേരിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെയും കൂടെ ദുരന്തമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ പെട്ടെന്ന് ചെറിയൊരു അവധിയെ കിട്ടുമ്പോൾ ഉത്തരേന്ത്യയിലുള്ളവർ പോയിട്ട് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് നേപ്പാൾ. കാരണം റോഡ് മാർഗം നമുക്ക് അവിടെ ഇതൊന്നും വേണ്ട, പാസ്പോർട്ടും ഒന്നും വേണ്ട. ഞാൻ പോയിട്ടുണ്ട്, നേപ്പാളിൽ പോയിട്ടുണ്ട്. ഈ ഒന്നാമത് ഏറ്റവും റിസ്കി ടൂറിസം മേഖലയാണ് നേപ്പാളിൻ്റെ. അത് ഏത് തരത്തിൽ, കരയിലൂടെ ആണെങ്കിലും നമ്മളിപ്പോൾ പർവ്വതാരോഹണമാണെങ്കിലും ഇനി അഥവാ നമ്മളവിടെ ചെന്ന് ചെറിയ ഹെലികോപ്റ്റർ എടുത്ത് പറക്കുകയാണെങ്കിൽ ഇതൊക്കെ ആണെങ്കിലും ഹൈ റിസ്ക്കാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കാണാനും ആസ്വദിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ഈ ശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ എല്ലാം തുടക്കം ഹിമാലയ ആയതുകൊണ്ടും മാനസരോവർ യാത്ര, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യക്ക് ആ മേഖല ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പർവ്വത ശിഖരങ്ങളുള്ള പർവ്വത മേഖലയാണ് ശരിക്കും അവിടെ. എപ്പോൾ വേണമെങ്കിലും ഈ അവലാഞ്ച് അവലാഞ്ച് എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്, ഇന്നലെ വീണത് വലിയ ഒരു ഭീമൻ പാളിയാണ്. ആ ഒരു പാളി ഉരുകുമ്പോഴേക്കും ആ നദികളിൽ കൊള്ളാൻ പറ്റാത്ത വിധം വെള്ളം ഒലിച്ചു വരുന്നു. അത് മാത്രമല്ല ഈ നദികളിലൊക്കെ ഒരുപാട് ജലവൈദ്യുത നിലയങ്ങൾ, 10 ഡാമുകളുണ്ടെന്നാണ്. ജലവൈദ്യുത നിലയങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ കോസി നദി തടയണകൾ കെട്ടി വച്ചിരിക്കുകയാണ്. അപ്പം ഈ വെള്ളം വന്നിട്ട് കെട്ടിക്കിടക്കുന്ന ആദ്യത്തെ ഡാം പൊട്ടിക്കുന്നു, പിന്നെ കെട്ടിക്കിടക്കുന്ന രണ്ടാമത്തെ ഡാം പൊട്ടിക്കുന്നു. അങ്ങനെ എൻഡിൽ വരുമ്പോൾ ഇതൊരു വലിയ, നമ്മൾ ഈ വെള്ളം മാത്രമല്ല വരുന്നത്, ഈ 10 ഡാമിലെ വെള്ളവും കൂടെ ഒന്നിച്ചു വരികയല്ലേ, സംഭരിച്ചു നിർത്തിയിരിക്കുന്ന ഒന്നിച്ചു. ഇത് കൂടാതെ ഇന്നലെ അവിടെ ഒരു പ്രകൃതിദത്ത അണയുണ്ടായി. ആ അണ പെട്ടെന്നുണ്ടായതാണ്, അപ്പോൾ തന്നെ അത് തകരുകയും ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ഈ അഴുക്കും മണ്ണും എല്ലാം കൂടെ ഈ ആദ്യം വന്ന വെള്ളത്തിന്റെ ശക്തിയിൽ അത് സ്വയം രൂപപ്പെട്ടതാണ്. പിന്നീട് അതും തകർന്നു. അതാണ് ആദ്യം തകരുന്നത്. അത് തകർന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡാം തകർന്ന് അടുത്ത ഡാമിലേക്ക് ചെന്ന് ചേരുന്നു, ആ ഡാം തകർന്ന് അടുത്ത ഡാമിലേക്ക്. നമ്മളിങ്ങനെ ചാരി വെച്ചിരിക്കുന്ന സൈക്കിൾ ഇങ്ങനെ നിരനിരയായിട്ട് താഴെ. ഈ ഡാമുകൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നേപ്പാൾ അറിയാം ടൂറിസത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ നേപ്പാൾ വൈദ്യുതിയിലൂടെ ഒരു വലിയ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുണ്ട്. കാര്യം ഇന്ത്യയിലൊക്കെ ഇപ്പം ഒരുപാട് വൈദ്യുത പ്രതിസന്ധികളുണ്ട്. അപ്പം അവിടുന്ന് വൈദ്യുതി ഇന്ത്യയിലേക്ക് കൈമാറി അതൊരു വ്യവസായ മാർഗമായി വൈദ്യുതി ബിസിനസ്, ഇപ്പം നമ്മൾ പറയില്ല പവർ ഗ്രിഡ് എന്നൊക്കെ പറയുന്ന സംവിധാനം, ഇപ്പം കേരളത്തിലുള്ളവർ പോലും ഇപ്പം പലപ്പോഴും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം, വൈദ്യുതി കിട്ടാനുള്ള സാഹചര്യം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ ഈ നദിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൊച്ചു കൊച്ചു വൈദ്യുത നിലയങ്ങൾ ഉണ്ടാക്കി അത് ഇന്ത്യക്ക് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നലത്തോടുകൂടി തന്നെ നേപ്പാൾ തന്നെ ഇരുട്ടിലാകുന്ന സ്ഥിതിയിൽ, ഇന്ത്യക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവിടെ പോലും നേപ്പാൾ പോലും ഇരുട്ടിലാകുന്ന അവസ്ഥയിലേക്ക്. കാരണം ഇത്രയും ഇനി ഇത് 10 അണക്കെട്ടുകൾ, അത് വൈദ്യുതി പദ്ധതികൾ ഇനി അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല ഹിമാലയത്തിന്റെ ഈ നദിക്കരകളിൽ ഇത്തരം അണക്കെട്ടുകൾ വേണമെന്നുള്ള ചർച്ച വളരെ സജീവമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അതെ, നമുക്കറിയാം, നമുക്ക്
ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഉത്തരാഞ്ചൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിരന്തരമായിട്ട് ഈ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് അവിടെ സ്ഥിരമായിട്ട് പ്രളയങ്ങൾ പതിവാണ്. പ്രളയമെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. ശരിക്കും മണ്ണിടിച്ചിൽ, ഉരുളുപൊട്ടൽ പോലെ അതിശക്തമായിട്ട് മണ്ണും ജലവും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ. കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിലാണ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായല്ലോ. ഭൂകമ്പം ഉണ്ടായിട്ട് അവിടുത്തെ പുരാതന നിർമ്മിതികളൊക്കെ തകർന്നു പോയി. അതായത് അവിടുത്തെ പശുപതിനാഥ ക്ഷേത്രത്തിന് അടക്കം അന്ന് കേടുപാടുകൾ സംഭവിച്ചു. അവരുടെ ഈ ബുദ്ധവിഹാരങ്ങൾ, സ്തൂപങ്ങൾ, കാഠ്മണ്ഡുവിലുണ്ടായിരുന്ന മഹാചൈത്യ എന്ന് പറയുന്ന അവിടെയാണ് നമ്മുടെ ഇത് ഷൂട്ട് ചെയ്തത്, യോദ്ധ ഷൂട്ട് ചെയ്തത് മഹാചൈത്യം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതെല്ലാം തകർന്നു പോയി. മഹാചൈത്യം എന്ന് പറയുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു AD 1500 കാലഘട്ടത്തിലോ മറ്റോ ആണ് അത് ഉണ്ടാവുന്നത്. ആ സമയത്ത് പണിത് ഉയർത്തിയാണ്. അത് വലിയ ഒരു കുത്തനെ ഇങ്ങനെ മേളിലോട്ട്, നമ്മൾ ഈ പടികളാണ്, അതുവഴി കയറിയാണ് പോകുന്നത്. യോദ്ധയിലെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ മോഹൻലാൽ അമ്പട്ടൻ എന്നൊക്കെ വിളിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന മഹാചൈത്യയിലെ അവിടെ വെച്ചിട്ടാണ്. അത് മുഴുവൻ പോവുകയുണ്ട്. അതുപോലെ പൊക്ര എന്നൊക്കെ പറയുന്ന സ്ഥലം, അത് അവിടുത്തെ ഏറ്റവും വലിയ ടൂറിസം സെൻ്ററാണ് പൊക്ര എന്ന് പറയുന്നത്. ആ പൊക്രയൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. കാരണം അന്നത്തേത് ആ ഒരു സമ്പദ് വ്യവസ്ഥ അന്ന് ഇവർ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. രാഷ്ട്രീയമായി അസ്ഥിരമായ ഒരു രാജ്യമാണ്, നമുക്കറിയാമല്ലോ. അത് മിക്കവാറും അവിടെ ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന, ജൻസി പ്രക്ഷോഭത്തിന് മുമ്പ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള രാജകുടുംബങ്ങൾ തമ്മിലുള്ള ബഹളവും അല്ലാതെ ഈ അവിടെ മിക്ക ദിവസവും ബന്ദാണ്. ഞാൻ നേപ്പാളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസം അവിടെ ബന്ദാണ്. ചൈനയുടെ ഒരു വലിയ ഇടപെടലുകൾ, ചൈനയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളൊരു മണ്ണ്. ഇപ്പം ടിബറ്റിലും വലിയ ദുരന്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ ചൈനയും നേപ്പാളും തമ്മിലുള്ള വ്യാപാര ബന്ധം, ആ റോഡുകളെല്ലാം നശിച്ചു മുഴുവൻ പോയി. അങ്ങനെ ചൈനയിലേക്കും ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന്റെ. ഇനി ഇന്ത്യയിലേക്ക് വെള്ളം വരില്ല എന്നാണ് ഇപ്പൊ ജല കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ്. കാര്യം നേപ്പാളിനെ സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, റീബിൽഡ് ചെയ്തെടുക്കണം. ഇനി ഈ റോഡുകൾ, തോടുകൾ, പാലങ്ങൾ കംപ്ലീറ്റ് പോയി. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് റോഡ് മാർഗം യാതൊരു രേഖയില്ലാതെ ചെന്ന് കയറാവുന്ന ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. നേരെ ഇതിന് വഴി കയറി അങ്ങ് പോകാം. പക്ഷേ അതുപോലെ തന്നെ ടൂറിസം നടക്കുന്നതും ഇതുവഴിയാണ്. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ ഇപ്പം വണ്ടികൾ, കാറുകൾ വന്ന, അതെ, നമ്മൾ ചർച്ച ചെയ്തതാണ് കാറുകൾ നേപ്പാൾ വഴി. നേപ്പാളിലെ വാഹനം, മറ്റേ കാർ റാലിയുടെ മറവിലാണ് പല വണ്ടികളും ഓടിച്ച് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാതെ. നേരത്തെ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് കടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാന മാർഗവും ഈ നേപ്പാൾ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരിക്കലും ഈ ബോർഡർ ക്രോസ് ചെയ്തുള്ള ഒരു പരിപാടി നേപ്പാളുമായിട്ട് ഇല്ല. കാരണം നേപ്പാൾ ഒരിക്കലും നമ്മുടെ ഒരു ശത്രുരാജ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു രാജ്യം തന്നെയാണ് നേപ്പാൾ. ശരിക്കും നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ ഭൂപ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാറ്റമാണ്. ആഗോളതാപനം ഹിമാലയത്തെ എങ്ങനെ ബാധിക്കുമെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെ ബാധിക്കും എന്നുള്ളത്. കാരണം ഹിമാലയത്തിലെ മഞ്ഞുരുകിയാൽ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം അതുപോലെ അട്ടിക്കണക്കിന് മഞ്ഞാണ് ഉള്ളത്. 8848 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത ശിഖരമാണ്. അത് മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് വെയിലുറച്ചുകൊണ്ട് മാത്രം ആവില്ല ഈ മഞ്ഞ് എന്താ പറയുക, അലിയുക എന്ന് പറയുന്നത്, ഈ മെൽറ്റ് ആകുക എന്നുള്ളത്. അതും അതീവ ദുർബലമായതിനു ശേഷം പിളർന്ന് അടർന്ന് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും നമ്മളിപ്പം മെൽറ്റ് ആവുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് മെൽറ്റായി പോയാൽ മതി. അതെ, ഇതങ്ങനല്ല. ഇത് വലിയ പീസായിട്ട് അടർന്ന് ഇളകി താഴേക്ക് ഒഴുകി പെട്ടെന്ന് മെൽറ്റ് ആവും. എന്താണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹിമാലയൻ പർവ്വത നിരകൾക്ക് താഴെ താമസിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഈ പറയുന്ന ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഈ പറയുന്ന ചൈനയ്ക്കാണ്, ടിബറ്റ്, നേപ്പാൾ, എല്ലാവർക്കും തുല്യമായിട്ട് വലിയ ഭീതിയോടുകൂടി തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അതിഭീകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രളയം കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ഒന്നുമുള്ള പ്രളയമൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇന്നലെ ഞാൻ പറയായിരുന്നു, ഇന്നലെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴയായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ നാട്ടിൽ മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ ഉച്ചവരെ തകർപ്പൻ മഴയാണ്. അപ്പോൾ ഇന്നലെ രാജ്മോഹൻ രാവിലെ തന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ വയനാട്ടിലെ ഭൂമി ഇടിഞ്ഞ്
സംഭവം ഉണ്ടല്ലോ. അന്ന് ഒരു ചർച്ച ചെയ്തപ്പോൾ ഞാൻ അന്ന് രാജ്മോഹൻ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങളെ കുറിച്ച് വെച്ചോ ഇത്തവണ തിരുവോണത്തിന് അന്ന് കനത്ത മഴയായിരിക്കും. പുള്ളി പറഞ്ഞ് കറക്റ്റാണ്, നെടുമങ്ങാടൊക്കെ ഭയങ്കര മഴയാണ്. അതെ, ഇവിടെയും തിരുവനന്തപുരത്ത് ആ നല്ല ഇവിടെ നല്ല, കാരണം ഇപ്പോഴത്തെ ഒരു രീതി നമ്മുടെ ഈ കാലങ്ങളെല്ലാം മാറി, ഋതുക്കളെല്ലാം മാറി, ഇതിനെല്ലാം കാലാവസ്ഥയ്ക്കും ഭയങ്കര മാറ്റം വന്നു. അതിൽ അങ്ങനെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റത്തിൽ ഏറ്റവും ഭീകരമായ മാറ്റമാണ് അതെ ഈ ഹിമാലയൻ മേഖലകൾ ഉണ്ടാകുന്നത്. എന്തായാലും വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 10,000-ഓളം പേര് ജീവൻ നഷ്ടപ്പെട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. നമ്മുടെ മലയാളികൾ കുറേ പേര് അവിടെയുണ്ട്, അവരൊക്കെ സുരക്ഷിതരാണെന്ന് അറിയുന്നുണ്ട്. അതിൽ തന്നെ വലിയൊരു ആശ്വാസം എന്ന് മാത്രമേ പറയാനുള്ളൂ.